ഹായ് ഫ്രണ്ട്സ്, പൈപ്പിംഗ് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HPVs ആൻഡ് LPDs അഥവാ HPVയുടെ ഫുൾ ഫോമാണ് ഹൈ പോയിൻ്റ് വെൻസ്, അതേപോലെ തന്നെ LPD എന്ന് പറയുന്നത് ലോ പോയിൻ്റ് ഡ്രെയിൻസ്. ഹൈ പോയിൻ്റ് വെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈനിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ ഒരു ലൈൻ ഇങ്ങനെ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൈന് മുകളിലേക്ക് അതിൻ്റെ എലിവേഷൻ ലെഫ്റ്റ് റൈറ്റ് പോകുന്നതല്ല, അപ്പ് ഡൗൺ പോകുന്ന സമയത്ത് അപ്പിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയി ഏറ്റവും അവസാനം എപ്പോഴെങ്കിലും താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഏരിയയിൽ എയർ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഫുള്ള് ഫ്ലോ ഉണ്ടാവില്ല, അവിടെ ഒരു എയർ പോക്കറ്റ് വരുന്ന സാധ്യതയുണ്ട്. അപ്പോൾ ആ എയറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈയസ്റ്റ് പോയിന്റിൽ ഒരു വെൻഡ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഹൈ പോയിന്റ് വെൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോ പോയിന്റ് ഡ്രെയിൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, അതായത് ലോവസ്റ്റ് പോയിന്റിൽ ഇൻ കേസ് നമ്മൾ എപ്പോഴെങ്കിലും ലൈൻ സർവീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഫ്റ്റർ ഹൈഡ്രോ ടെസ്റ്റ് വാട്ടർ റിമൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചില പോക്കറ്റ് ഏരിയകളുണ്ടാവും. ചില പോക്കറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ലൈൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനിടക്ക് എലിവേഷൻ കുറച്ച് താഴ്ന്ന് വീണ്ടും കയറിപ്പോകുന്ന ലൊക്കേഷനുകളിൽ അവിടെ ഒരു സ്റ്റാഗ്നൻറ്റ് ലിക്വിഡ് ഉണ്ടാവും. ഈ സ്റ്റാഗ്നൻറ്റ് ലിക്വിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോ പോയിൻ്റ് ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മുടെ ലൈൻസ് വ്യത്യസ്ത എലിവേഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ എലിവേഷനിലും കൊടുക്കില്ല. സ്റ്റെപ്പായിട്ട് വരുന്നതുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന് എപ്പോഴാണോ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, ലോവസ്റ്റ് ആയാലും ഹയസ്റ്റ് ആയാലും കയറി പോയിട്ട് എപ്പോഴാണോ താഴോട്ട് വരുന്നത് അവിടെയാണ് ഹൈ പോയിൻ്റ് വെൻഡ് കൊടുക്കുക. അതേപോലെ തന്നെ ഇറങ്ങി വന്നിട്ട് എപ്പോഴാണോ കയറി പോകുന്നത് അവിടെയാണ് ലോവസ്റ്റ് പോയിൻ്റ് വരുന്നത്, അവിടെയാണ് നമ്മുടെ ലോ പോയിൻ്റ് ഡ്രെയിനും കൊടുക്കുക. സാധാരണ ഒരു പൈപ്പിംഗ് റൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മിനിമമായിട്ട് കൺസിഡർ ചെയ്യുന്ന ബേസിക് തിങ്സാണ് ഈ ലോ പോയിൻ്റ് ഡ്രെയിനും ഹൈ പോയിൻ്റ് വെൻഡും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. കാരണം ഫ്ലോ കംപ്ലീറ്റ് ആവണമെങ്കിൽ, പ്രത്യേകിച്ചും ഹയർ ഡയമീറ്റർ ലൈൻസ് ആകുമ്പോൾ അതിൻ്റെ ആ കംപ്ലീറ്റ് ഏരിയയും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഫ്ലോ എൻഷുർ ചെയ്യണമെങ്കിൽ ഈ ഹൈ പോയിൻ്റ് വെൻഡും പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഡ്രെയിൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ലോ പോയിൻ്റ് ഡ്രെയിനും ആവശ്യമായിട്ട് വരും. ഒരു പൈപ്പ് നമ്മൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈഡ്രോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഫില്ലിങ് ചെയ്യുമ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ഫില്ലിങ് നടന്നു വന്ന് മറ്റേ സൈഡിലേക്ക് വെള്ളം ഫില്ലാവാൻ തുടങ്ങും. അപ്പോൾ ഈ ഹയ്യസ്റ്റ് പോയിന്റിൽ കംപ്ലീറ്റ് ഫില്ലാവില്ല, അവിടെ ഒരു എയർ ഉണ്ടാവും. ആ എയർ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ പോയിൻ്റ് വെൻഡുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ പോയിൻ്റ് വെൻഡും ലോ പോയിൻ്റ് ഡ്രെയിനും കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ലൈന് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, എയർ പോക്കറ്റ്സ് ഒന്നും ഇല്ലാതെ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈന് ഫില്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ആവശ്യം വരുന്ന സമയത്ത് കംപ്ലീറ്റ് ലൈന് ഡ്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ലോ പോയിൻ്റ് ഡ്രെയിൻ യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാ ലിക്വിഡ് സർവീസിനും നമ്മൾ ഹൈ പോയിൻ്റ് വെൻഡും ലോ പോയിൻ്റ് ഡ്രെയിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് ചില സമയത്ത് ഗ്യാസസ് ലൈൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഗ്യാസസ് ലൈനിന് ഇൻ സർവീസ് ആവശ്യമില്ലെങ്കിലും ആ ലൈന് ഹൈഡ്രോ ടെസ്റ്റ് ഉള്ളതാണെങ്കിൽ ഹൈഡ്രോ ടെസ്റ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുമ്പോഴും, അതേപോലെ തന്നെ ഹൈഡ്രോ ടെസ്റ്റിന് വേണ്ടി ഫില്ല് ചെയ്ത വെള്ളം ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗ്യാസസ് ലൈനിനും ഹൈ പോയിൻ്റ് വെൻസും ലോ പോയിൻ്റ് ഡ്രെയിൻസും നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. സാധാരണഗതിയിൽ ഹൈ പോയിൻ്റ് വെൻഡും ലോ പോയിൻ്റ് ഡ്രെയിൻസും P&ID ഡ്രോയിങ്സുകളിൽ മാർക്ക് ചെയ്യാറില്ല. ഒരുപക്ഷെ നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യാം. ചില സമയങ്ങളിൽ പ്രോസസ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യാം. ചില സ്മോളർ സ്പൂൾസിലൊക്കെ പ്രോസസ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്യും. പ്രോസസ് റിക്വയർമെൻ്റ് അല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒരു നോട്ടായിട്ട് P&IDയിൽ മാർക്ക് ചെയ്യും, വെറെവർ അപ്ലിക്കബിൾ ഹൈ പോയിൻ്റ് വെൻസ് ആൻഡ് ലോ പോയിൻ്റ് ഡ്രെയിൻസ് ടു ബി പ്രൊവൈഡഡ് എന്നുള്ള രീതിയിൽ. എന്നാൽ അതേസമയം തന്നെ GAD ഡ്രോയിങ്ങുകളിലും ഐസോമെട്രിക് ഡ്രോയിങ്സിലും ഈ ഹൈ പോയിൻ്റ് വെൻഡും ലോ പോയിൻ്റ് ഡ്രെയിൻസും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരാം. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.